ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയുമായിട്ട് അടിയിട്ടിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോവാണ്. ഞാൻ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ചിരിച്ചു കളിക്കണം. ഓക്കെ. ഡാൻസ് ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. എനിക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ളതിൽ പഠിക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് അരമണ്ടലിൽ ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്. ടീച്ചർ എന്നെ അരമണ്ടലിൽ ഇരുത്തിയിട്ടേ വിടുള്ളൂ. എനിക്ക് പറ്റില്ല. പക്ഷെ എനിക്ക് ഡാൻസ് പഠിക്കണം. എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഏത് സ്ത്രീയോട് ചോദിക്കുകയാണെങ്കിലും അവർ ഏതെങ്കിലും ഒരു രീതിയിലുള്ളൊരു അബ്യൂസ് ഏതെങ്കിലും രീതിയിൽ അവർ കടന്നു പോയിട്ടുള്ള ഒരാളായിരിക്കും. ഞാൻ സഹിതം. ഡാൻസ് നന്നായി കളിക്കുന്നവർക്ക് മാത്രം പറ്റുന്നൊരു സാധനമാണ് ഡാൻസ് തെറപ്പി എന്നുള്ളതല്ല. നടക്കാൻ പറ്റും, അല്ലെങ്കിൽ ബ്രീത് ചെയ്യാൻ പറ്റുമോ, യു ക്യാൻ മൂവ്, യു ക്യാൻ ഡാൻസ്, അത്രയേ ഉള്ളൂ. ആ ഒരു രീതിയിൽ എവ്രിബഡി ക്യാൻ ഡു ഇറ്റ്. ഇപ്പം ഞാൻ എൻ്റെ കണ്ണ് ചിമ്മുന്നതും സോഹൻ്റെ കണ്ണ് ചിമ്മുന്നതും സോഹൻ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. കൃഷ്ണേന്നു നന്നായി കണ്ണ് ചിമ്മുന്നതല്ല എന്ന് നമ്മൾക്ക് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം കണ്ണ് ചിമ്മുന്ന ഒരു ബേസിക് മൂവ്മെൻ്റ് ആണ്. ഈറ്റ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് ഭക്ഷണമാണ്. എന്നാൽ ഈറ്റ് എന്നതിന് എക്സ്പ്രസീവ് ആർട്ട് തെറാപ്പി എന്ന മറ്റൊരു അർത്ഥം കൂടി ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ അടുത്ത കാലത്താണ്. ഡാൻസ് തെറാപ്പി, മ്യൂസിക് തെറാപ്പി, ഡ്രാമ തെറാപ്പി, ആർട്ട് തെറാപ്പി, ഇങ്ങനെ പല തെറാപ്പികൾ ചേർന്നതാണ് എക്സ്പ്രസീവ് ആർട്ട് തെറാപ്പി എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അതിൽ ഡാൻസ് തെറാപ്പിയിൽ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്ന കൃഷ്ണേന്ദു ആണ് ഇന്ന് ഒപ്പത്തിൽ നമ്മളോടൊപ്പം. നമുക്ക് കൃഷ്ണേന്ദുവിനോട് ചോദിക്കാം. എനിക്ക് വ്യക്തമായ ധാരണയില്ല, എന്താണ് യഥാർത്ഥത്തിൽ ഡാൻസ് തെറാപ്പി? നമുക്ക് ആദ്യം വേർഡ് ബൈ വേർഡ് പോവാം. ഡാൻസ് എന്താണ്, അല്ലെങ്കിൽ എക്സ്പ്രസീവ് ആർട്സ് എന്താണ്, തെറപ്പി എന്നുള്ളത് എന്താണ്? ഇപ്പോൾ എക്സ്പ്രസീവ് ആർട്ട് എന്ന് പറഞ്ഞ ഇപ്പോൾ സോഹൻ പറഞ്ഞതിൽ ഡാൻസ് ഉണ്ട്, ആർട്ടുണ്ട്, ഡ്രാമയുണ്ട്, മ്യൂസിക് ഉണ്ട്, ക്രിയേറ്റീവ് റൈറ്റിംഗ് ഉണ്ട്, സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്, അങ്ങനെ ഒത്തിരി മീഡിയംസ് ഉണ്ട്. അതായത് പെർഫോമിംഗ് ആർട്സ് എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. പാട്ട്, ഡാൻസ്, നാടകം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് ഇന്നും ഇന്നലെയും കണ്ടുപിടിച്ച കാര്യങ്ങളൊന്നും അല്ല, ഇത് പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളാണ്. പണ്ട് ഡാൻസ് അല്ലെങ്കിൽ ആർട്ട്, മ്യൂസിക് എന്നുള്ളത് എന്തിനായിരുന്നു ഉപയോഗിച്ചിരുന്നത്? വൈ വാസ് ഡാൻസ് ദെയർ, വൈ വാസ് മ്യൂസിക് ദെയർ എന്നാലോചിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ മനസ്സിൽ വരുന്നത് കുറച്ച് കഥകൾ പറയുക. ഇപ്പോൾ ഉള്ള കുറച്ച് കാര്യങ്ങൾ, നടന്ന കുറച്ച് കഥകളുണ്ട്. ആ കഥകൾ എക്സ്പ്രഷനിലൂടെ അല്ലെങ്കിൽ വാക്കുകളിലൂടെ ഇനിയുള്ള തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കാനായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ്റെ മീഡിയം ഓഫ് സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ കാണാം. അതിനും മുന്നേ ഡാൻസും ആർട്ടും ഒക്കെ എന്തായിരുന്നു, അല്ലെങ്കിൽ പാട്ടും ഒക്കെ എന്തായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ബേസിക് ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ, നമ്മുടെ ഫീലിംഗ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു മീഡിയമായിരുന്നു. അതായത് എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷം വന്നു, ഞാൻ ആഹാ ഓഹോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കാണിച്ച് ഞാൻ എൻ്റെ സന്തോഷം എക്സ്പ്രസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാർ അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ ഒരേ താളത്തിൽ ഇത് വലിക്കാനായിട്ട് അവർ ഓരോ വായ്ത്താരികൾ ചൊല്ലുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു ക്ലാസിക്കൽ മ്യൂസിക് എന്നുള്ള രീതിയിൽ വരുന്നതിന് മുന്നേ തന്നെ നമ്മൾ മ്യൂസിക്കും ഡാൻസും എല്ലാം ഉപയോഗിച്ചിരുന്നു നമ്മുടെ ഡെയിലി ലൈഫിൽ ഓരോ കാര്യങ്ങൾക്കായിട്ട്, എക്സ്പ്രഷനായിട്ട്, നമ്മുടെ കൂടെ ഉള്ളവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട്, അങ്ങനെ പല രീതിയിലും. പക്ഷേ ഇപ്പോൾ എന്താണതെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമായി മാറി. ഞാൻ ഒരു ടീച്ചറാണ്, എൻ്റെ അടുത്ത് വന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഒരു ഡിസിപ്ലിനാണ് ഡാൻസ്. അഗൈൻ അതിൽ കൂടെയും കഥകൾ, സ്റ്റോറി ടെല്ലിംഗ് എന്നുള്ളത് തന്നെയാണ് മേജറായിട്ട് ഇപ്പോഴും നടക്കുന്നത്. എന്നാലും ആർട്സ് അല്ലെങ്കിൽ മ്യൂസിക്, ഡാൻസ് എന്ന് പറയുമ്പോൾ ഒരു പെർഫോമൻസ്, ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയുള്ള കാര്യം, പെർഫോമൻസിന് വേണ്ടിയുള്ളൊരു കാര്യം, പഠിപ്പിക്കുന്ന ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നമുക്കതിനെ കാണാൻ പറ്റുന്നത്. പക്ഷേ മുന്നേ ഉണ്ടായിരുന്ന ലൈക്ക് വൈ വാസ് ഡാൻസ് അല്ലെങ്കിൽ വൈ വാസ് ആർട്ട് ദെയർ ഫോർ എക്സ്പ്രഷൻ, ടു സെലിബ്രേറ്റ് അല്ലെങ്കിൽ ടു അക്നോളജ് ലൈഫ് സൈക്കിൾ സെറിമണീസ്. അതായത് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ, ഒരു കുഞ്ഞിന് പീരിയഡ്സ് ആവുമ്പോൾ, കുഞ്ഞിൻ്റെ കല്യാണം ആവുമ്പോൾ, കുഞ്ഞ് പ്രസവിക്കാറാവുമ്പോൾ, മരിക്കാറാവുമ്പോൾ എല്ലാം നമ്മുടെ കമ്മ്യൂണിറ്റിയെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ കുഞ്ഞിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഐ എം ഹിയർ എന്നുള്ളതിൻ്റെ ഒരു യൂണിറ്റി കാണിക്കാനും, ഇപ്പോൾ ഒരു പാട്ട് പാടുകയാണെങ്കിൽ പോലും ഞാൻ ഞാൻ വർഷിപ്പ് ചെയ്യുന്ന ദൈവത്തിനെ വേണ്ടിയിട്ടുള്ളൊരു പാട്ട്, അല്ലെങ്കിൽ എൻ്റെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ളൊരു പാട്ട്,
ഇപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് പാട്ടും മ്യൂസിക്കും ഒക്കെ ഉണ്ടായിരുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ള തെറപ്യൂട്ടിക് എലമെൻറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഡാൻസ്, ആർട്ട്, പാട്ട് എന്നുള്ളത് അതവിടെ നിൽക്കട്ടെ. ഇനി തെറപ്പി എന്നുള്ളത് സൈക്കോ തെറപ്പി എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ കൗൺസിലിംഗ് എന്നോ ഒക്കെ കേൾക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിൽ വരുന്നത് നമ്മൾ ഒരാളോട് ഇരുന്ന് സംസാരിക്കുന്നു, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഞാൻ വേറൊരാളുടെ അടുത്ത് എനിക്ക് ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ഞാനത് വേറൊരാളുടെ കൗൺസിലിംഗ് പോലെ ടോക്ക് തെറപ്പി, എൻ്റെ വാക്കുകൾ ഉപയോഗിച്ച് ഞാനത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഞാനത് പറയാൻ ശ്രമിക്കുന്നു, എൻ്റെ ചിന്തകൾ പ്രോസസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷെ ദർ ആർ ടൈംസ് വെൻ എനിക്ക് വാക്കുകളിൽ കൂടെ പറയാൻ പറ്റുന്നില്ല, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പറഞ്ഞിട്ടും ഇറ്റ്സ് നോട്ട് ഇനഫ്, ഇറ്റ്സ് നോട്ട് ഗോയിങ് അവേ, എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ എക്സ്പ്രസീവ് ആർട്ട് തെറപ്പികളുടെ ഹെൽപ്പ് എടുക്കാവുന്നത്. അതായത് ഇതിനകത്ത് നമ്മൾ വെർബലൈസ് ചെയ്യണമെന്നില്ല, നമ്മുടെ ബോഡിയിൽ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിൽ കൂടെ നമുക്ക് ആ കാര്യം നമുക്ക് വെന്റിലേറ്റ് ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. അത് നമ്മൾ കോൺഷ്യസ് ആയി ചിന്തിച്ച് പറഞ്ഞ് ആ ഒരു രീതിയിലല്ലാതെ നമുക്ക് സബ് കോൺഷ്യസ് ആയിട്ടുള്ള രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നൊരു മീഡിയമാണ് എക്സ്പ്രസീവ് ആർട്ട് തെറപ്പി എന്നുള്ളത്. എക്സ്പ്രസീവ് ആർട്ട് തെറപ്പിക്കകത്തും വെർബലൈസേഷൻ ഉണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്തു, ആർട്ടിൽ കൂടെയോ മൂവ്മെൻറ്റിൽ കൂടെയോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് അതിനെക്കുറിച്ചിട്ട്, എന്നാലേ അതൊരു തെറപ്പി ആകുള്ളൂ. അല്ലെങ്കിൽ ഇറ്റ് ഇസ് എ ഡാൻസ് ക്ലാസ് ഓർ എ ആർട്ട് ക്ലാസ് ഇല്ലേ. അപ്പോൾ രണ്ടും ഉണ്ടാവും. തെറപ്പി എന്നുള്ള സ്പേസിൽ എങ്ങനെ നമുക്ക് ഈ പെർഫോമിംഗ് ആർട്സിനെ കൊണ്ടുവരാം എന്നുള്ള കാര്യങ്ങളാണ് എക്സ്പ്രസീവ് ആർട്ട് തെറപ്പിയിലുള്ളത്. മേജർലി ഇതിനകത്തുള്ളത് നമ്മുടെ ബോഡി അല്ലെങ്കിൽ വെർബലൈസ് ചെയ്യാതെ എങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള സെൻസേഷൻസ് നമുക്ക് എക്സ്പ്രസ് ചെയ്യാം എന്നുള്ളതാണ് കൂടുതലും അതിനകത്ത് വരുന്നത്. എനിക്ക് ഇപ്പോഴും ആ ഡാൻസ് തെറാപ്പി എന്നുള്ളൊരു പ്രോസസ്സ് പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് കൂടുതൽ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്ന കൃഷ്ണേന്ദുവിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കൃഷ്ണേന്ദു തന്നെ പറയുന്നുണ്ട്, കേരളത്തിൽ ഒരു 10 താഴെ ആൾക്കാർ മാത്രമേ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഡാൻസ് തെറാപ്പി ചെയ്യാൻ യോഗ്യരായിട്ടുള്ള ആൾക്കാർ ഉള്ളൂ എന്ന് പറഞ്ഞത് വായിച്ചു. അപ്പോൾ നമ്മുടെ ഈ തായ്ച്ചി പോലുള്ള ഒരു നമ്മുടെ ഈ മൂവിങ് മെഡിറ്റേഷൻ അത്തരത്തിലുള്ള ഒരു ആർട്ട് ഫോംസ് ഒക്കെ ഈ ഡാൻസ് തെറാപ്പിയുടെ അകത്ത് വരുമോ? എന്തായാലും ആ പ്രോസസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് ഫോംസ് എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഡാൻസ് ഫോംസ് ഉണ്ട്, നമുക്ക് ഒത്തിരി ഡാൻസ് ഫോംസ് ഇന്ത്യയിലും അബ്രോഡും എല്ലാം ഓൾ ഓവർ ദ വേൾഡ് ഒത്തിരി ഡാൻസ് ഫോംസ് ഉണ്ട്. ഓരോ ഡാൻസ് ഫോമിനും അതിൻ്റേതായിട്ടുള്ള തെറപ്യൂട്ടിക് എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ എലമെൻറ്റ്സ് നമുക്ക് ഇന്ന രീതിയിൽ യൂസ് ചെയ്താൽ ചിലപ്പോൾ ഇന്ന ആൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. എക്സാമ്പിൾ, ഇപ്പോൾ തായ്ച്ചി എന്ന് പറയുന്നത് മൂവ്മെൻറ്റ് മെഡിറ്റേഷൻ ആണ്. അത് വളരെയധികം റിലാക്സിങ് ആയിട്ടുള്ളതും ബോഡിക്ക് കൺട്രോൾ തരുന്നതും ബോഡി കോർഡിനേഷനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ മെന്റൽ സ്റ്റെബിലിറ്റിക്കും ഒരു മാനസികമായിട്ടുള്ളതും ത്രൂ മാനസിക മൂവ്മെന്റ് നമുക്ക് മെന്റലി കുറച്ച് സമാധാനം തരുന്ന ഒരു സംഭവമാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരു ക്ലയൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വരികയാണ്, അവർക്ക് റിലാക്സേഷൻ ആണ് അവരുടെ റിക്വയർമെൻ്റ് എങ്കിൽ എനിക്ക് വേണമെങ്കിൽ തായ്ച്ചിയുടെ മൂവ്മെന്റ്സ് എടുത്ത് ഇതിനകത്തോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ ഡാൻസ് ഫോമിലും അല്ലെങ്കിൽ ഓരോ ആർട്ട് ഫോമിലും ഉള്ള എലമെൻറ്റ്സ് എനിക്ക് ഇതിനകത്തോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിനകത്ത് തെറപ്യൂട്ടിക് എലമെൻറ്റ്സ് ഉണ്ട്. മനസ്സിലായി. അപ്പോൾ ഒരു ഡാൻസ് തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് ഏത് രീതിയിലുള്ള ഡാൻസ് ഫോമും ഉപയോഗിക്കാം, അങ്ങനെയാണോ? ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നതിൽ സോഹൻ ഇത്രയും കൈകൊണ്ട് മൂവ്മെന്റ് ചെയ്തു, തലയാട്ടുന്നുണ്ട്, ഇത് സോഹന്റെ മൂവ്മെന്റ് ആണ്. നമ്മൾ മൂവ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇറ്റ്സ് കോൾഡ് ഡാൻസ് മൂവ്മെന്റ് തെറപ്പി. അപ്പോൾ ഇതിനകത്ത് ഞാൻ പഠിപ്പിച്ചു തരേണ്ട ഒരു മൂവ്മെന്റിന്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്കിത് ചെയ്യാം. ബിക്കോസ് മൂവ്മെന്റ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഡാൻസ് ആണ് ഞാൻ പഠിപ്പിച്ചു തരേണ്ടത്. അതായത് ഡാൻസ് എന്ന് പറയുന്നതിൽ ഒത്തിരി സ്ട്രക്ചർ ഉണ്ട്, റിതം വേണം, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്, ചിട്ടകളുണ്ട്. പക്ഷെ മൂവ്മെന്റിൽ അതില്ല.
മൂവ്മെന്റിൽ ജഡ്ജ്മെന്റ് വരുന്നില്ല. ഇപ്പൊ ഞാൻ എൻ്റെ കണ്ണ് ചിമ്മുന്നതും സോഹന്റെ കണ്ണ് ചിമ്മുന്നതും സോഹൻ ജഡ്ജ് ചെയ്യേണ്ട ആവശ്യമില്ല. കൃഷ്ണേന്ദു നന്നായി കണ്ണ് ചിമ്മുന്നതല്ലോ എന്ന് നമ്മൾക്ക് ജഡ്ജ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം കണ്ണ് ചിമ്മുന്ന ഒരു ബേസിക് മൂവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഉള്ളൂ ഈ മൂവ്മെന്റ് തെറപ്പി സ്പേസിൽ വരുമ്പോൾ ഉള്ള മൂവ്മെന്റും. നമുക്കറിയാം നമ്മുടെ മൂവ്മെന്റ് എങ്ങനെയാണെന്നുള്ളത് നമുക്കറിയാം. അത് നമ്മൾ അലൗ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ സോഹനോട് പറയാണ്, കെൻ യു മൂവ് ലൈക്ക് എ ബേർഡ് സിറ്റിംഗ് ഹിയർ, കെൻ യു മൂവ് ലൈക്ക് എ ബേർഡ്, മൂവ്. ഓക്കെ, ഇപ്പൊ എന്റെ ബേർഡ് ചിലപ്പോ ഇങ്ങനെയായിരിക്കും. എന്റെ കുറച്ച് വിടർന്ന ചിറകുകളായതുകൊണ്ട് എന്റെ ബേർഡ് ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എന്റെ ബേർഡ് ഇങ്ങനെയായിരിക്കും. യുവർ ബേർഡ് കുഡ് ബി എനിത്തിങ് യു വാണ്ട്. ഇപ്പൊ സോഹന്റെ ഒരു എനർജി വെച്ചിട്ട് സോഹന്റെ ബേർഡ് എങ്ങനെയാണോ സോഹന്റെ ബേർഡ് അങ്ങനെ ആവാം. പക്ഷെ നമ്മളൊരു ഡാൻസ് ക്ലാസ്സിലാണെങ്കിൽ ഞാൻ പഠിപ്പിച്ചു തരും ബേർഡ് എങ്ങനെയായിരിക്കണം എന്നുള്ളത്, അത് ചെയ്യും എന്നുള്ളതാ. അഗൈൻ ഞാൻ അത് കുറ്റം ഗുഡ് ആൻഡ് ബാഡ് എന്ന് ലേബിൾ ചെയ്യരുത് രണ്ടിനെയും. ഇതിന്റെ എലമെന്റ്സ് വരുന്നത് എൻ്റെ ലൈക്ക് ഇപ്പൊ എനിക്ക് എന്താ തോന്നുന്നത് എന്നുള്ളതാണ്. മനസ്സിലായോ? ഇപ്പൊ എൻ്റെ ബേർഡ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ എൻ്റെ ഈ മൂവ്മെന്റ് എങ്ങനെയാണോ അതാണ് എൻ്റെ മൂവ്മെന്റ്. ഇറ്റ് കുഡ് ബി. അപ്പൊ ഇതില് ഞാൻ മുൻപ് ഈ ഓഷോയുടെ ഒരു എന്തോ ഡാൻസിങ് പ്രീ മെഡിറ്റേഷനോ അങ്ങനെ ഒരു ഇത് കണ്ടിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള അതും ഇതുമായിട്ടൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ഈ പറഞ്ഞതിന് ഏകദേശം തുല്യമായ, നിങ്ങളെ സ്വയം ഒരു വൃക്ഷമായി സങ്കല്പിക്കൂ, ആ വൃക്ഷം കാറ്റിൽ ഉലയുകയാണ് എന്ന് വിചാരിക്കൂ. അപ്പൊ ഇത് ഡിപ്പെൻസ് ആ ഏത് രീതിയിലുള്ള കാറ്റാണെന്ന് അനുസരിച്ച് നമ്മുടെ ബോഡി ചലിക്കും. അതൊരു വിഷ്വലൈസേഷൻ മെത്തേഡാണ്. അതിൽ നമുക്ക് എന്താ പറയാ കൺട്രോൾ ഉണ്ട്. എനിക്ക് ഇഷ്ടമുള്ള പോലെ എനിക്ക് ചെയ്യാം എന്നുള്ളത്. ഇപ്പൊ ഡാൻസ് തെറാപ്പിയിലും അങ്ങനെയില്ലേ? ഡാൻസ് തെറാപ്പിയിൽ അങ്ങനെയാണ്. എന്റെ കൺട്രോളിലാണ് എന്റെ മൂവ്മെന്റ്. അതായത് ഞാൻ ആസ് എ ഫെസിലിറ്റേറ്റർ ഞാനൊരു പ്രോംപ്റ്റ് തരും, അതെങ്ങനെ ചെയ്യുന്നു, എത്രത്തോളം ചെയ്യുന്നു എന്നുള്ളത് ഇസ് അപ്പോൺ യു. യു ക്യാൻ ഡിസൈഡ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ബേർഡിന്റെ തന്നെ എന്റെ ബേർഡ് വേണമെങ്കിൽ എഴുന്നേറ്റ് ഇവിടെ മൊത്തം പറക്കാം, എന്റെ ബേർഡ് കസാരയിലും ഇരിക്കാം. അത് എനിക്ക് അത് ചൂസ് ചെയ്യാനുള്ള ഒരു കൺട്രോൾ ഉണ്ട്, അത്രേ ഉള്ളൂ. ഡാൻസ് തെറാപ്പിയുടെ യഥാർത്ഥ ബെനിഫിഷ്യറീസ് ആരാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഗുണഭോക്താക്കൾ ആരാണ്? ഏത് രീതിയിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രശ്നങ്ങളുമായി സമീപിക്കുന്ന ആൾക്കാർക്കാണ് ഡാൻസ് തെറാപ്പി കൊണ്ട് കൂടുതൽ ഗുണമുണ്ടാവുക? ആക്ച്വലി ഡാൻസ് തെറപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. പ്രോബ്ലം ഉണ്ടായിരിക്കുന്ന ആൾക്കാർ മാത്രമേ ഇത് ചെയ്യാവുള്ളൂ എന്നുള്ളതില്ല. നമ്മളിപ്പോൾ ഒരു തെറപ്പി, സൈക്കോതെറപ്പിക്ക് പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോകുന്ന ആൾക്കാരാണ്. അവർക്ക് വേണമെങ്കിൽ ഡാൻസ് തെറപ്പി ഒരു അഡീഷണൽ മീഡിയമായിട്ട് വേണമെങ്കിൽ എടുക്കാം. അല്ലെങ്കിൽ എനിക്കിപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള നീഡ്സ് എനിക്കുണ്ട്, അതായത് എനിക്ക് വളരെയധികം ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കരമായ ദേഷ്യമുണ്ട്, എനിക്ക് എൻ്റെ ഈ പല ഇമോഷൻസും എനിക്ക് കുറച്ചുകൂടെ നന്നായി റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കണം. സെൽഫ് ആയിട്ട് എനിക്ക് തോന്നില്ലേ, എനിക്ക് ഇന്ന കാര്യങ്ങളുണ്ട്, എനിക്കിതൊന്ന് റെഗുലേറ്റ് ചെയ്യാൻ പഠിക്കണം എന്ന് തോന്നുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതിൻ്റെ സെഷൻസ് എടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ സൈക്കാട്രിക് ഇൽനെസ്സസ് ഉള്ള ആൾക്കാർക്ക് പോലും, ഇപ്പോൾ ക്ലിനിക്കലി ഡയഗ്നോസ്ഡ് ആയിട്ട് ഡിപ്രഷനോ ആങ്സൈറ്റിയോ അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിലും ഇതെടുക്കാം. ടോക്ക് തെറപ്പിയുടെ കൂടെ തന്നെ, ഇപ്പോൾ നമ്മൾ ടോക്ക് തെറപ്പിയുടെ കൂടെ തന്നെ ഒരു അഡീഷണൽ തെറപ്പി ആയിട്ട് എടുക്കാം. ഇപ്പോൾ അഗൈൻ ഇപ്പോൾ വയസ്സായ ആൾക്കാരാണെങ്കിൽ പോലും ഡിമെൻഷ്യ, അൾഷിമേഴ്സ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഓരോ പോപ്പുലേഷൻ്റെ കൂടെയും നമുക്ക് ഇത് ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും, ഇപ്പോൾ ഒരു സ്കൂൾ സെറ്റിങ്ങിലാണെങ്കിലും ചെയ്യാം, എവിടെ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം. നമ്മളിത് ചെയ്യുന്നതിന് മുന്നേ ചോദിക്കുന്നത് നിങ്ങളുടെ നീഡ് എന്താണെന്നാണ്. അതായത് ഇപ്പോൾ ഡാൻസ് തെറപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും നമ്മൾ ഒരേ രീതിയിലല്ല ചെയ്യുന്നത്. ഓരോരുത്തരും നമ്മളുടെ അടുത്ത് വരുമ്പോൾ അവരുടെ നീഡ് എന്താണെന്നൊരു അസസ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവരുടെ നീഡ് എന്താണോ അതിനനുസരിച്ച് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി ആ സെറ്റ് ഓഫ് കാര്യങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത്. കൃഷ്ണേന്ദു എങ്ങനെയാണ് ഡാൻസ് തെറാപ്പിയെ കുറിച്ച് അറിഞ്ഞത്, അതിൽ അട്രാക്റ്റഡ് ആയത്, അതിൽ ഡെഡിക്കേറ്റഡ് ആയത്? ഞാൻ ആക്ച്വലി പണ്ട്, അതായത് ഞാൻ 6 വയസ്സിൽ എൻ്റെ അരങ്ങേറ്റം കഴിഞ്ഞതാണ്. എന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഭരതനാട്യം. അപ്പൊ ഞാൻ പണ്ട് തൊട്ടേ തന്നെ എൻ്റെ വീട്ടുകാർ ഡാൻസ് പഠിക്കാൻ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആസ് എ വെരി ടിപ്പിക്കൽ മലയാളി ഞാനും 10ാം ക്ലാസ് വരെ ഡാൻസ് കാര്യമായി പഠിച്ചു. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഇത്രയും പഠിച്ചു.
അത് കഴിഞ്ഞ് പിന്നെ +1 +2 കുറച്ച് ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. മാനസികമായിട്ട് എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംഭവിച്ചു. അപ്പോൾ പിന്നെ ഡാൻസിൽ പോകുന്നില്ല, പഠിത്തം മാത്രം, അങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഐ ഓൾസോ ഹാഡ്. അത് കഴിഞ്ഞ് ഡിഗ്രിക്ക് ജോയിൻ ചെയ്തപ്പോഴാണ് ഞാൻ ഈ നാട്യവേദ എന്ന് പറഞ്ഞൊരു ഡാൻസ് ക്ലാസ് ഉണ്ട് വട്ടിയൂർക്കാവ്. അവിടെ കഥക് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കഥക്ക് പഠിക്കാൻ പോയത്. അപ്പം കഥക്ക് പഠിക്കുന്നതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ക്ലാസ് തുടങ്ങി ഒരു 10-20 മിനിറ്റ് ടീച്ചർ ഞങ്ങളെ കൊണ്ട് തത്കാർ ചെയ്യിപ്പിക്കും. തത്കാർ ഇസ് ബേസിക് ഫുട് വർക്ക്. അത് പല പല സ്പീഡുകളിൽ ഇങ്ങനെ ചെയ്യും. അത് ഭയങ്കര ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണത്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ക്ലാസ് കുറച്ച് ഒരു 10 പേരുണ്ടെന്ന് വിചാരിക്കുക. ഒരു 15 മിനിറ്റ് വരെയൊക്കെ എല്ലാവരും ഇങ്ങനെ പിടിച്ചു നിൽക്കും. പിന്നെ ഓരോരുത്തർ കൊഴിഞ്ഞ് ഭിത്തിയിലൊക്കെ ചാരിയൊക്കെ നിൽക്കുന്ന കാണാം. അപ്പോൾ ബേസിക്കലി നമ്മുടെ റെസിലിയൻസ് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് ആ ഒരു തത്കാറിൻ്റെ സമയം ഹെൽപ്പ് ചെയ്തു. ഒത്തിരി ദേഷ്യം, ഒരു റിജിഡായിട്ട് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ഒരു സമയത്ത്. മൊത്തത്തിൽ ഒരു റിജിഡിറ്റി ഉണ്ടായിരുന്നു. ആ തത്കാർ കഴിയുമ്പോൾ റിജിഡിറ്റിയും പോയി ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇതായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി റെസിലിയൻസ് ബിൽഡ് ചെയ്യാനും എൻ്റെ ആങ്കർ ഒന്ന് ചാനലൈസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്ത ഒരു മീഡിയമായിരുന്നു കഥക്കിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും വർഷം വേറെ ഇത്രയും ക്ലാസിക്കൽ ഡാൻസസ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ ഒരിക്കലും എൻ്റെ ബോഡിയും ഈ ഡാൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ ഡാൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ എന്നെ പഠിപ്പിച്ചു, ഞാൻ ചെയ്തു എന്നുള്ളതല്ലാതെ ഇത് ഞാനുമായിട്ട് വലിയ ബന്ധമില്ല. പക്ഷെ കഥക്ക് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ ഇമോഷൻസും എൻ്റെ ഫിസിക്കൽ ഈ കഥക്ക് ചെയ്യുന്നതും എല്ലാം കൂടിയായിട്ട് എനിക്ക് കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റിയത്. അതായത് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ കുറച്ച് റിലാക്സ്ഡ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ കുറച്ച് എനർജൈസ്ഡ് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ കണക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മുംബൈയിൽ MSWൻ്റെ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയതാണ്. അപ്പം അവിടെ എൻ്റെ ഒരു സീനിയർ ചേച്ചി ഭവ്യ എന്ന് പറഞ്ഞിട്ടൊരു ചേച്ചിയാണ് ഇൻ്റർവ്യൂവിൻ്റെ സമയത്ത് എന്നെ കാണാൻ വന്നതാണ്. കേരളത്തിൽ നിന്ന് വന്നതല്ലേ, നമുക്ക് കാണണമല്ലോ. അപ്പോൾ കാണാൻ വന്നപ്പോൾ ചേച്ചിയാണ് പറഞ്ഞത്, എടോ ഇവിടെ ഡാൻസ് തെറപ്പി എന്നുള്ളൊരു കോഴ്സ് ഉണ്ട്, ഇയാൾക്ക് അറിയോ എന്നുള്ള രീതിയിൽ ചോദിച്ചു. അപ്പോൾ എനിക്ക് ആക്ച്വലി ഞാൻ ആ വാക്കേ ആദ്യമായിട്ടാണ് അപ്പോൾ കേൾക്കുന്നത്. അങ്ങനെ അപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂവിന് കിട്ടിയില്ല. അങ്ങനെ ഞാൻ തിരിച്ച് ട്രിവാൻഡ്രത്ത് വന്ന് ഈ ഡാൻസ് തെറപ്പിയെക്കുറിച്ച് ഞാൻ തപ്പി. അപ്പോൾ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. അടിപൊളി സംഭവമാണല്ലോ, ഡാൻസ് ഉണ്ട്, തെറപ്പി എന്നുള്ളതുണ്ട്. ഒരു ഡാൻസിനോട് താല്പര്യമുള്ള ആളുമാണല്ലോ. അപ്പോൾ ഇത് എക്സ്പ്ലോർ ചെയ്യണം എന്നുണ്ടായിരുന്നു. ഐ ഡിഡ്ന്റ് നോ ദാറ്റ് ഐ വുഡ് ടേക്ക് ഇറ്റ് അപ്പ് ആസ് എ പ്രൊഫഷൻ. എനിക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ വളരെ ക്യൂരിയോസിറ്റി തോന്നി, ഇത് എന്താണെന്ന് അറിയണമല്ലോ എന്നുള്ളൊരു ക്യൂരിയോസിറ്റി തോന്നി. പിന്നെ ഞാൻ പഠിച്ചത് ലോയോളയിലാണ്, MSW പഠിച്ചത്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് കുട്ടികളെ ഉള്ളൂ, PG കോളേജ് ആയതുകൊണ്ട്, ആൻഡ് കുറച്ച് ടീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ ഓരോ ടീച്ചേഴ്സിനും ഒരു ബഞ്ച് ഓഫ് കുട്ടികളെ കൊടുക്കും മെൻറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ 25 കുട്ടികളുണ്ടെങ്കിലും 25 പേർക്കും 25 ഇൻട്രസ്റ്റ് ഏരിയാസാണ്. അപ്പോൾ ഓവർ ദീസ് 2 years നമ്മൾ PG ചെയ്യുന്ന 2 വർഷത്തിലും PGയുടെ പരിപാടികളൊക്കെ നടക്കും. പക്ഷേ എന്നാൽ നമ്മൾ ക്യൂരിയസ് ആയ കാര്യത്തിനെക്കുറിച്ച് പഠിക്കാനും കൂടെ അവർ നമ്മളെ നന്നായി മോട്ടിവേറ്റ് ചെയ്യും. ഇതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ് എടുക്കുക, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് നമ്മൾ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. അങ്ങനെ നോക്കിയപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ആക്ച്വലി വളരെ കുറച്ച് പേരാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ വർക്ക്ഷോപ്സ് ഒക്കെ ഓഫർ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ നോക്കി വന്നപ്പോൾ ത്രിപുര കശ്യപ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പുള്ളിക്കാരിയുണ്ട്. പുള്ളിക്കാരിയാണ് വൺ ഓഫ് ദ പൈനിയേഴ്സ് ഓഫ് ഹൂ ബ്രോട്ട് ഡാൻസ് തെറപ്പി ടു ഇന്ത്യ. അപ്പോൾ പുള്ളിക്കാരി ആണെങ്കിലാണ് കുറച്ചുകൂടെ സൗത്ത് ഇന്ത്യയിലൊക്കെ വർക്ക്ഷോപ്സ് എടുക്കുന്നത് കണ്ടിട്ടുള്ളത്. പിന്നെ ഞാൻ പുള്ളിക്കാരി എവിടെ വർക്ക്ഷോപ്പ് എടുത്താലും പോവാനായിട്ട് ശ്രമിക്കുമായിരുന്നു. അങ്ങനെ ഇങ്ങനെ സെക്കൻഡറാബാദ് അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട്. കോഴിക്കോട് ഒരു വർക്ക്ഷോപ്പ്, ഒരു 2-3 ദിവസത്തെ റെസിഡൻഷ്യൽ വർക്ക്ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ ഐ ഫെൽറ്റ് ഗുഡ്. അപ്പോൾ ഐ വാസ് ലൈക്ക് ഇത് പഠിക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നു തുടങ്ങി. അങ്ങനെയാണ് ആക്ച്വലി ഇതിൻ്റെ പുറകെ പോവാം എന്നുള്ളൊരു ഇത് വെച്ചത്. പിന്നെ ടിസിൻ്റെ കോഴ്സാണ് ഞാൻ ചെയ്തത്. അത് ചെയ്യാൻ കാരണം ഈ കോഴ്സ് ഡയറക്ടർ എന്ന് പറഞ്ഞൊരാളുണ്ട്, സോഹിനി എന്ന് പറഞ്ഞിട്ട്. സോഹിനിയും ത്രിപുരയുമാണ് പൈനിയേഴ്സ് ആയിട്ടുള്ളത്. ഇന്ത്യയിൽ ഡാൻസ് തെറപ്പി കൊണ്ടുവന്ന 2 ആൾക്കാരാണ് ഇവർ. എസ്റ്റാബ്ലിഷ് ചെയ്ത 2 ആൾക്കാരാണ് ഇവർ. അപ്പോൾ സോഹിനിയാണ് ഇതിൻ്റെ കോഴ്സ് ഡയറക്ടർ, ഈ ടിസിൻ്റെ കോഴ്സിൻ്റെ.
അപ്പോൾ സോഹിനിക്ക് ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, കൊൽക്കത്ത സൻവേദ് എന്ന് പറഞ്ഞിട്ട്, കൽക്കട്ടയിലാണ്. അപ്പം അവർ ചെയ്യുന്നത്, അതായത് കൊൽക്കത്ത യുനോ ആസ് എ ട്രാഫിക്കിംഗ് ഹബ്, വളരെയധികം ട്രാഫിക്കിങ്ങും അബ്യൂസും കുറേ പരിപാടികളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണത്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ഒത്തിരി ഷെൽട്ടർ ഹോംസ് ഉണ്ട്. അപ്പോൾ അതായത് നമ്മൾ അബ്യൂസ്ഡ് ആയ കുട്ടികളുണ്ട്, വയലൻറ്റ് ബിഹേവിയർ, ഒത്തിരി അടി കിട്ടിയതും അബാൻഡൻ ചെയ്യപ്പെട്ടതുമായിട്ടുള്ള ഒത്തിരി ബുദ്ധിമുട്ടുള്ള കുട്ടികൾ പല പല ഷെൽട്ടർ ഹോംസിലായിട്ട് പ്ലേസ്ഡ് ആണ് അവിടെ. അപ്പോൾ അങ്ങനെയുള്ള ഷെൽട്ടർ ഹോംസിൽ ഇവർ പ്രോജക്ട്സ് എടുക്കും. അതായത് ഒരു 6 months to 2 years എന്നുള്ള രീതിയിലുള്ള പ്രോജക്ട്സ് എടുക്കും. ഇൻ വിച്ച് ദേ ഡു ഡാൻസ് തെറപ്പി ഓൺ ഗ്രൂപ്പ് തെറപ്പി ആയിട്ട് ചെയ്യും. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു വിക്റ്റിമായിട്ട് വന്ന ഒരു ബഞ്ച് ഓഫ് കുട്ടികളായിരിക്കും ഒരു ഗ്രൂപ്പിലുള്ളത്. അത് കഴിഞ്ഞ് ഇവരൊരു ഒരു 1 year ഗ്രൂപ്പ് തെറപ്പി വൺസ് എ വീക്ക് എന്നുള്ള രീതിയിൽ ചെയ്തു എന്ന് വിചാരിക്കുക. ആൻഡ് അവരുടെ അഗൈൻ ഈ ഒരു ബഞ്ചിൻ്റെ നീഡ് അസസ്മെൻറ്റ് ചെയ്തിട്ടാണ് അവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അവരെ ഈ ട്രോമ ഹീലിംഗ് എന്നുള്ളൊരു പ്രോസസ്സിൽ കൂടെ ഇവർ കൊണ്ടുപോകുന്നു. അപ്പോൾ വിക്റ്റിം എന്ന് പറയുന്നൊരു ബഞ്ച് സർവൈവർ എന്നുള്ളൊരു ബഞ്ചായി. എന്നിട്ട് ഇവൻച്വലി ഈ സർവൈവർ എന്നുള്ള ബഞ്ചിനെ ഒരു 18 വയസ്സാവാറാകുമ്പോഴത്തേക്കിനും ദേ ഓഫർ എ TOT കോഴ്സ്, ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സിൻ്റെ ഒരു കോഴ്സ് ചെയ്യും ഡാൻസ് തെറപ്പി. അവരെ തന്നെ ട്രെയിനേഴ്സ്, അവരെ തന്നെ. അതായത് ഇവർ കുറച്ച് നല്ല സ്റ്റേബിളായി അവർക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ഇവർക്ക് വേറെ ആൾക്കാർക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റും സ്പേസ് എന്ന് ഇവർക്ക് തോന്നുന്ന ആൾക്കാരെ ഇവർ കുറച്ച് സെലക്ട് ചെയ്തിട്ട് ദേ ആസ്ക് ഓപ്പൺലി വുഡ് യു ലൈക്ക് ടു ഡു ദിസ് എന്നുള്ളത്. അങ്ങനെയുള്ളവർ ഈ ഡാൻസ് തെറപ്പി കോഴ്സിലൂടെ കടന്നു പോകും. അപ്പോൾ ഇമാജിൻ, വിക്റ്റിമായി വന്ന ഒരാൾ സർവൈവറായി വന്ന ഒരാൾ ട്രെയിനറായി, ആൻഡ് ദിസ് ട്രെയിനർ ഗോസ് ബാക്ക് ടു ദ കമ്മ്യൂണിറ്റി ആൻഡ് ഡസ് ദിസ് പ്രോസസ്. അപ്പോൾ ഫോർ മീ ഇറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ പ്രോസസ്. വിക്റ്റിമായിരിക്കുന്ന ഒരാൾ സർവൈവർ ആവുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് സർവൈവർ എന്നുള്ളത് അതിനേക്കാളും ഒരുപടി മുന്നേ എന്നുള്ള രീതിയിൽ ട്രെയിനർ ആവാൻ പറ്റുക എന്നുള്ളത് ഇസ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്. ഇറ്റ് ഗേവ് മീ എ ലോട്ട് ഓഫ് ഹോപ്പ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇവിടെ ഏത് സ്ത്രീയോട് ചോദിക്കുകയാണെങ്കിലും അവരേതെങ്കിലും ഒരു രീതിയിലുള്ളൊരു അബ്യൂസ് ഏതെങ്കിലും രീതിയിൽ അവർ കടന്നുപോയിട്ടുള്ള ഒരാളായിരിക്കും, ഞാൻ സഹിതം. അപ്പോൾ എനിക്ക് ഒരിക്കലും ഞാൻ സർവൈവർ ആവുമെന്ന് പോലും വിചാരിച്ച ഒരു അവസ്ഥയിലല്ലായിരുന്നു. കാരണം MSW പഠിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പഠിക്കും, സൈക്കോളജി പഠിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പഠിക്കും. അതിൽ നമ്മളുടെ തന്നെ ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പുറത്ത് കുത്തിപ്പൊളിച്ചിട്ടേക്കുന്ന പോലെ വരും. അപ്പം നമ്മൾ അത് ഡീൽ ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വേറൊരാളുടെ സ്പേസ് ഹോൾഡ് ചെയ്യാൻ എലിജിബിൾ ആവുള്ളൂ. നമ്മളുടെ ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യണമല്ലോ. അപ്പോൾ ഈ ഒരു ദി എക്സിസ്റ്റൻസ് ഓഫ് ദിസ് ഓർഗനൈസേഷൻ ഗേവ് മീ എ ലോട്ട് ഓഫ് ഹോപ്പ്. അപ്പോൾ വിക്റ്റിമായി കുറേ ദിവസം ഇങ്ങനെ ഇരുന്ന ഒരാൾ ഇങ്ങനൊരു സാധനം ഉണ്ടെന്ന് കണ്ടപ്പോൾ ഐ വാണ്ടഡ് ടു സീ ദാറ്റ്. I wanted to see those women, അല്ലെങ്കിൽ I wanted to see that organization actually. അപ്പോൾ 50% of it was curiosity to dance therapy, പക്ഷേ 50% എൻ്റെ ഇൻറ്റൻഷൻ വാസ് ടു ഹീൽ മൈസെൽഫ്. കാരണം ഞാൻ കൗൺസിലിങ്ങിന് പോയിട്ടുണ്ട്, ഒരു പരിധി വരെ ഹെൽപ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഐ ന്യൂ കുറേ കാര്യങ്ങൾ എൻ്റെ ബോഡിയുമായിട്ട് എനിക്കുള്ള റിലേഷൻഷിപ്പ്, അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ എനിക്ക് ഒത്തിരി വർക്ക് ചെയ്യാനുണ്ടെന്ന് എനിക്ക് അറിയാം. വാട്ട് എക്സാക്ട്ലി എന്ന് എനിക്കറിയില്ല, പക്ഷെ ഐ ന്യൂ ദർ വർ മോർ തിങ്സ് ടു എക്സ്പ്ലോർ എന്നുള്ളത്. അപ്പോൾ അതൊരു ലേണിംഗ് എന്നുള്ളതിനേക്കാളും ലേണിംഗ് ഉണ്ട്, എന്നാൽ ഹീലിംഗ് എന്നുള്ളൊരു ആസ്പെക്റ്റും കൂടെ അതിന് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ അതിലോട്ട് കടന്നത്. അപ്പോൾ പക്ഷേ ഇറ്റ് ഹെൽപ്ഡ് എനിക്ക്. ഐ എം ഡൂയിങ് ദിസ് റൈറ്റ് നൗ ബിക്കോസ് ഐ നോ ഇറ്റ് വർക്ക്സ്, ബിക്കോസ് ഇറ്റ് വർക്ക്ഡ് ഫോർ മീ. അപ്പോൾ ഞാൻ ഈ സൻവേദിൻ്റെ ഈ ടെസ്റ്റിൻ്റെ കോഴ്സ് എടുക്കാൻ കാരണം എനിക്ക് ആ ഒരു പ്രോസസ്സിൽ കൂടെ തന്നെ കടന്നു പോകണം എന്നുള്ളത് കൊണ്ടിട്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഡാൻസ് അറിയാം എന്നുള്ളവർക്ക് മാത്രം പറ്റിയ സാധനമല്ല. എൻ്റെ ക്ലാസ്സിൽ തന്നെ ഡാൻസായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരും ഉണ്ടായിരുന്നു. അഗൈൻ വി എക്സ്പ്ലോർ മൂവ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ഇതിൽ ഡാൻസ് നന്നായി കളിക്കുന്നവർക്ക് മാത്രം പറ്റുന്നൊരു സാധനമാണ് ഡാൻസ് തെറപ്പി എന്നുള്ളതല്ല. നടക്കാൻ പറ്റും, അല്ലെങ്കിൽ ബ്രീത് ചെയ്യാൻ പറ്റുമോ, യു ക്യാൻ മൂവ്, യു ക്യാൻ ഡാൻസ്, അത്രയേ ഉള്ളൂ. ആ ഒരു രീതിയിൽ എവ്രിബഡി ക്യാൻ ഡു ഇറ്റ്. അപ്പോൾ ഐ തിങ്ക് ദിസ് വാസ് പ്രിറ്റി മച്ച് മൈ ഇൻട്രൊഡക്ഷൻ ടു ഡാൻസ് തെറപ്പി. ഞാൻ ഇതിലെങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള
മുരളി അവസാനം പറഞ്ഞത് വളരെ നല്ല ഒരു ഉദ്ധരണീയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ശ്വസിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് നൃത്തം ചെയ്യാനും സാധിക്കും. അതെ, ഇറ്റ്സ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. നമ്മളാണ് ആക്ച്വലി നൃത്തം എന്ന് പറയുന്നത് വലിയൊരു ഭീകരമായ പെർഫെക്ഷൻ എന്നുള്ളൊരു സാധനത്തിൽ ഇറ്റ് വാസ് നോട്ട് ദാറ്റ്. അതല്ലായിരുന്നു നൃത്തം എന്നുള്ളത്. അപ്പോൾ ഇഫ് യു ക്യാൻ ബ്രീത്, ഇറ്റ് ഈസ് മൂവ്മെന്റ് അല്ലേ, ഒരു റിതമുള്ള മൂവ്മെന്റ് ആണ് നമ്മുടെ ബ്രീതിങ് എന്ന് പറയുന്നത്. ബ്രീത് ചെയ്യാൻ പറ്റും എന്ന് ഉണ്ടല്ലോ, ബാക്കിയും ചെയ്യാൻ പറ്റും, അത്രേ ഉള്ളൂ. ഒരു സമയത്ത് ഡാൻസ് തെറാപ്പിയുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടി നടന്ന കൃഷ്ണേന്ദു ഇപ്പോൾ സ്വന്തമായിട്ട് ഡാൻസ് തെറാപ്പി വർക്ക്ഷോപ്സ് ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലോ. ഈ അടുത്ത കാലത്ത് തന്നെ യൂണിസെഫും കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയും ഒരുമിച്ച് ഒരു വർക്ക്ഷോപ്പ് കൃഷ്ണേന്ദുവിൻ്റെത് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ആ വർക്ക്ഷോപ്പിൻ്റെ എക്സ്പീരിയൻസ്, അതിൻ്റെ ഫീഡ്ബാക്ക്? അതായത് ഞാൻ 2018 ഞാൻ ഈ കോഴ്സ് കഴിഞ്ഞിട്ട് തിരിച്ച് കേരളത്തിലോട്ട് വരുന്നത്. കേരളത്തിൽ വന്ന ഉടനെ സംഭവിച്ചത് ഫ്ലഡായിരുന്നു. ആദ്യത്തെ വലിയ ഫ്ലഡായിരുന്നു നടന്നത്. അപ്പോൾ ഇവിടെ ആർട്ടിസ്റ്റ് ഫോർ കേരള എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് ആർട്ടിസ്റ്റുകളാണ്, പടം വരയ്ക്കുന്ന ആൾക്കാർ, ഡാൻസുകൾ കളിക്കുന്ന ആൾക്കാർ എന്നുള്ള രീതിയിലുള്ള ഒത്തിരി ആൾക്കാരായിരുന്നു അതിനകത്തുള്ളത്. അവർക്ക് എന്ത് ചെയ്യാം ഫ്ലഡിൽ എന്നുള്ള കുറേ കാര്യങ്ങളായിരുന്നു അതിനകത്ത് ചർച്ചകളായിട്ട് നടക്കുന്നത്. അപ്പോൾ ഒത്തിരി പേര് സ്കൂളുകളിൽ പോയി പൊളിഞ്ഞ ഭിത്തികളൊക്കെ പടം വരച്ചു, കുറച്ചുകൂടെ ഭംഗിയാക്കാൻ ശ്രമിച്ചു, പൊട്ടിപ്പോയ കാര്യങ്ങൾ വെച്ച് തന്നെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു ആർട്ടിസ്റ്റ്, അഗൈൻ ബ്ലേസ് എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ് ഇങ്ങനെ സ്കൂളുകളിലും കമ്മ്യൂണിറ്റികളിലും പോയി സെഷൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ക്ലാസ് വരൂ, ഇന്ന് ഇത്ര മണിക്ക് ക്ലാസ് ഉണ്ട് എന്നുള്ള രീതിയിലുള്ള സെഷനല്ല, വളരെ ഓർഗാനിക്കായിട്ട് കമ്മ്യൂണിറ്റിയിൽ പോയി ആൾക്കാർ കൂടി സംസാരിക്കുന്നു, നമുക്ക് ഒരുമിച്ച് എന്തെങ്കിലും ചെയ്യാം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ ഞാനും ചാലക്കുടി ആ ഒരു സ്പേസിൽ പോയി കുറച്ച് കമ്മ്യൂണിറ്റികളിൽ പോയി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബ്ലേസുമായിട്ട് ചെയ്തു. അതായിരുന്നു ആക്ച്വലി എൻ്റെ ആദ്യത്തെ സെഷനുകൾ, ഒരു സീരീസ് ഓഫ് സെഷൻസ് എന്ന് പറയാൻ പറ്റുന്നത്. വളരെ കുഞ്ഞ് സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇത് വെള്ളം കയറിയപ്പോൾ ഉണ്ടായ പേടി, അല്ലെങ്കിൽ ഇതെല്ലാം കൂടെ വാരി എടുത്തുകൊണ്ട് ഓടുന്ന കാണുമ്പോൾ ഉള്ള പേടി, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ചാനലൈസ് ചെയ്യാം, ഇപ്പോൾ യു ആർ സേഫ് എന്ന് പറയാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ. വയസ്സായ ആൾക്കാർ പോലും, നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ വീട്ടിൻ്റെ മുറ്റത്തായിരിക്കും ഇരുന്ന് ചിലപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരുടെ സ്പേസ് ഹോൾഡ് ചെയ്യുക, കരയാൻ അനുവദിക്കുക. ഇപ്പോൾ എനിക്ക് മാത്രമല്ലല്ലോ നഷ്ടം പറ്റിയത്, എല്ലാവർക്കും നഷ്ടം പറ്റിയില്ലേ എന്ന് പറഞ്ഞ് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള സങ്കടമുണ്ട്. അപ്പോൾ അത് കരയാൻ അനുവദിക്കൂ എന്നുള്ള സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു സ്പേസസ് ആയിരുന്നു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ഈ മൂവ്മെൻറ്റും ആർട്ടും എല്ലാം കൂടെ വെച്ചിട്ടുള്ള സെഷൻസ്. ആക്ച്വലി അതൊരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സെഷൻ അല്ല, ഇന്ന മണിക്ക് ഇത്ര മണിക്ക് സെഷൻ ഉണ്ട് എന്ന് പറഞ്ഞ് വന്നവരും അല്ല. നമ്മളവിടെ പോയപ്പോൾ ആൾക്കാർ വന്നവരുടെ ആവശ്യത്തിനനുസരിച്ച് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഡാൻസ് തെറപ്പി വർക്ക്ഷോപ്സ് ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ട്രിവാൻഡ്രത്ത്. അപ്പോൾ നവം എന്ന് പറഞ്ഞൊരു ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ അവിടെയും ഹോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അവിടെ റെഗുലറായിട്ട് ബാച്ചസ് ഉണ്ട്. അല്ലാതെ വേറെ കോളേജസിലും പോയി സെഷൻസ് ഒക്കെ എടുക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ എടുത്തെടുത്ത് വന്ന് അവസാനം ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് നടന്നില്ലേ, അതിന് മുന്നേ ആക്ച്വലി യൂണിസെഫ് നിന്ന് കോണ്ടാക്ട് ചെയ്തതായിരുന്നു. നമ്മളിങ്ങനെ ആർട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് നമുക്ക് സൈക്കോ സോഷ്യൽ കെയർ കൊടുക്കാനുള്ള ഒരു ട്രെയിനിങ്ങിനെ കുറിച്ചിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ആക്ച്വലി എനിക്ക് അവിടെ പോകാൻ പറ്റിയില്ല. അപ്പോൾ കേരളത്തിൽ തന്നെ വേറെ സുഹൈൽ, വയനാട്. അപ്പോൾ സുഹൈൽ എന്ന് പറഞ്ഞിട്ട് വേറൊരാൾ എക്സ്പ്രസീവ് ആർട്ട് തെറപ്പി പ്രാക്ടീസ് ചെയ്യുന്നതുണ്ട്. അപ്പോൾ ആളാണ് ആക്ച്വലി വയനാട് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതും. ഞാനും കൂടെയാണ് ഈ KSDMയുടെയും യൂണിസെഫിൻ്റെയും പ്രോഗ്രാം ഫെസിലിറ്റേറ്റ് ചെയ്തതും. അപ്പോൾ നമ്മളൊരു അതായത് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിൽ വർക്ക് ചെയ്യുന്നവർ, കൗൺസിലേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നവർ, കുട്ടികളുമായിട്ട് വർക്ക് ചെയ്യുന്ന ഗവൺമെൻറ് സ്റ്റാഫ്, അങ്ങനെ ഒരു 30 പേരെ കൊണ്ടുവന്ന് അവർക്കൊരു 5 day ട്രെയിനിങ് ആയിരുന്നു ആ യൂണിസെഫിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത്.
അതായത് ഒരു എങ്ങനെ നമുക്ക് വെർബലൈസ് ചെയ്യാൻ പറ്റാത്തൊരു സമയത്ത് ആർട്ടും മൂവ്മെൻറ്റും മ്യൂസിക്കും എല്ലാം വെച്ച് നമുക്ക് എങ്ങനെ കുട്ടികൾക്ക് സ്പേസ് ഹോൾഡ് ചെയ്യാം എന്നുള്ളതായിരുന്നു അത്. നവത്തില് കൂടുതലായിട്ടും ഈ ഡാൻസ് തെറാപ്പി അത് ട്രെയിൻ ചെയ്യാൻ വേണ്ടി വരുന്ന ആൾക്കാരാണോ അതോ അല്ല, എന്തെങ്കിലും പ്രശ്നങ്ങളുമായിട്ട് അതിന് പരിഹാരം അന്വേഷിച്ച് വരുന്ന ആൾക്കാരാണോ കൂടുതൽ? കൂടുതലും പ്രശ്നങ്ങളായിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഇപ്പോൾ ഇപ്പോൾ ഒരു അറിയാവുന്ന ഒരു സെറ്റ് ഓഫ് സൈക്കോളജിസ്റ്റുകളോ സൈക്യാട്രിസ്റ്റുകളോ ഉണ്ടാവും. ഇപ്പൊ അവരുടെ അടുത്ത് വരുന്ന കേസസിൽ അവർ അവർക്ക് പറയാണ്, ഇത് ഡിമാൻഡ് ചെയ്യുന്ന അല്ല ആൾക്കാരെ ഡിമാൻഡ് ചെയ്യുന്നതെന്ന് പറയാനും വേണ്ടിയിട്ട് ഇത് അത്ര എസ്റ്റാബ്ലിഷ്ഡോ ഫേമസോ അല്ല. ആൾക്കാർക്ക് അറിയില്ല ഇങ്ങനൊരു സാധനം ഉണ്ടെന്നുള്ളത്. അപ്പോൾ അറിയാവുന്ന സൈക്കോളജിസ്റ്റുകൾ, അതായത് എൻ്റെ വർക്ക്ഷോപ്സ് മുന്നേ അറ്റൻഡ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റുകളോ സൈക്കാട്രിസ്റ്റുകളോ ആണെങ്കിൽ അവർ പറയും ഈ ഒരു സെഷനും കൂടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യൂ എന്നുള്ള രീതിയിൽ അവർ റെഫർ ചെയ്ത് വിടും. അപ്പോൾ ഇഫ് ഇൻ കേസ് ദേ ഫീൽ ദാറ്റ് അവർക്ക് കുറച്ചുകൂടെ ടോക്ക് തെറപ്പിയിൽ കുറച്ചും കൂടെ ആസ്പെക്റ്റുകൾ വേണം, ബോഡി ബേസ്ഡ് ആയിട്ടുള്ളൊരു ഇൻ്റർവെൻഷൻ വേണം എന്ന് തോന്നുകയാണെങ്കിലാണ് അവരെ റെഫർ ചെയ്ത് വിടാറുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ നമ്മൾ ഓപ്പൺ ടു ഓൾ ആയിട്ടുള്ള റെഗുലർ സെഷൻസും വെക്കാറുണ്ട്. അതായത് ഞാനിപ്പോൾ ഒരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ കൂടെ അല്ലെങ്കിൽ സാഹചര്യത്തിൽ കൂടെ കടന്നു പോവുകയാണ്, എനിക്കിത് ആരോടെങ്കിലും സംസാരിക്കണം, അല്ലെങ്കിൽ ഐ വോണ്ട് ടു ഫീൽ സപ്പോർട്ട്, ഞാൻ ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്ക് വേണം. അങ്ങനെയുള്ള ആൾക്കാരും നമ്മുടെ റെഗുലർ ബാച്ചസിൽ വരാറുണ്ട്. അത് വൺസ് എ വീക്കാണ് നടക്കുന്നത്. അത് ബാച്ചാണ്, നമ്മൾ ബാച്ച് ഫോം ചെയ്തതിന് ശേഷം ബാച്ചാണ് ഡിസൈഡ് ചെയ്യുന്നത് എപ്പോൾ നമ്മൾ ഗ്രൂപ്പ് സ്റ്റോപ്പ് ചെയ്യണം എന്നുള്ളത്. ഈ വി ടൈം എന്നാണ് ആ ബാച്ചുകളുടെ പേര്. അത് ആക്ച്വലി വി ടൈം നമ്മുടെ സമയം എനിക്ക് വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരുമിച്ചിരിക്കാനുള്ളൊരു സമയം. അതും ആക്ച്വലി 2019 അടുപ്പിച്ചാണ് വി ടൈം സ്റ്റാർട്ട് ചെയ്തത്. കുഞ്ഞു കുഞ്ഞു ഗ്രൂപ്പ്സ്, ഒരു 4 പേരോ 5 പേരോ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഓരോ ബാച്ചായിട്ടുള്ളത്. പക്ഷെ അത് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ എത്തിയത് കോവിഡിൻ്റെ സമയത്ത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ നമുക്കൊരു 10-15 ബാച്ചസോളം ഓൺലൈനായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അതും ഒരു 1 year 1.5 years പോയിട്ടുള്ള ബാച്ചസും ഉണ്ട്. ആൻഡ് ഗ്രൂപ്പാണ് ഡിസൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ നീഡുകൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുകയാണെങ്കിൽ ഐ ക്യാൻ സ്റ്റോപ്പ്. ഇപ്പോൾ വേറെ ചില ബാച്ചസ് നടക്കുന്നത് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയ ഒരു 6 മാസം വൺസ് എ വീക്ക് സെഷൻസിൽ കൂടെ കടന്നുപോയി. ഇപ്പം ഞാൻ വന്ന ബുദ്ധിമുട്ടിൽ എനിക്ക് കുറച്ചുകൂടെ റെസീലിയൻ്റ് ആയിട്ട് നേരിടാനായിട്ട് ഞാൻ എത്തി എന്ന് എനിക്ക് തോന്നുന്നൊരു സമയത്ത് വേണമെങ്കിൽ എനിക്ക് നിർത്താം. പക്ഷെ അല്ല, എനിക്ക് തോന്നുകയാണ് എനിക്ക് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട, നമുക്ക് വൺസ് എ മന്ത് മീറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ബാച്ചസ് ഉണ്ട്. വൺസ് ഇൻ 2 weeks മീറ്റ് ചെയ്യുന്ന ബാച്ചസ് ഉണ്ട്. അപ്പോൾ അവർ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്, എന്നാൽ അവർക്ക് അത്രയും കണ്ടിന്യൂസ് ആയിട്ട് വേണ്ട എന്ന്. അപ്പോൾ ഗ്രൂപ്പ് ഡിസൈഡ് ചെയ്യും അവർക്ക് എത്രത്തോളം സെഷൻസ് വേണം എന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് ഓൾ അബൌട്ട് ഹാവിങ് ദാറ്റ് സ്പേസ്. നവത്തിൻ്റെ ഇൻറ്റൻഷൻ വാസ് ഹാവിങ് ദാറ്റ് സ്പേസ്. അതായത് എനിക്കിന്ന ബുദ്ധിമുട്ടുണ്ട് എന്ന് വന്നിരുന്ന് പറയാൻ ഒരു ക്ലിനിക്കൽ സെറ്റിംഗ് അല്ലാത്തൊരു സ്പേസ് വേണമല്ലോ. ഞാനൊരു കമ്മ്യൂണിറ്റി സ്പേസ്. ബേസിക്കലി ഞാൻ പഠിച്ച കോഴ്സിൻ്റെയും ഞാൻ ചെയ്ത കോഴ്സുകളുടെ എല്ലാത്തിൻ്റെയും ഇൻറ്റൻഷൻ മെൻ്റൽ ഹെൽത്ത് എന്നുള്ളൊരു കാര്യം നമുക്ക് എങ്ങനെ കമ്മ്യൂണിറ്റി സെറ്റിങ്ങിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. മെൻ്റൽ ഹെൽത്തിൻ്റെ അല്ലെങ്കിൽ സൈക്കോളജി കൗൺസിലിംഗ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വളരെ ക്ലിനിക്കലായിട്ട് ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു കസാരയ്ക്കും ചെയറിനും ടേബിളിനും അപ്പുറം നമുക്ക് എങ്ങനെ മെൻ്റൽ ഹെൽത്തിൻ്റെ കോൺവെർസേഷൻസ് കൊണ്ടുവരാം, എങ്ങനെ റെസിലിയൻസ് ബിൽഡ് ചെയ്യാം, എങ്ങനെ സെൽഫ് കെയർ ചെയ്യാം എന്നുള്ള വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. പക്ഷെ അതിനും സ്പേസ് വേണം. അതിനുള്ള സ്പേസാണ് നവം എന്നുള്ളത്. കാരണം അങ്ങനത്തെ സ്പേസ് വളരെ കുറവാണ്. ഗ്രൂപ്പായി നമ്മുടെ ഈ കാലത്തിലും നമ്മുടെ ലോകത്തിലും കുറവ്. പിന്നെ മാത്രമല്ല, കൃഷ്ണേന്ദു പറയുമ്പോൾ മനസ്സിലാവും കൃഷ്ണേന്ദു എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് അതിനെ സമീപിക്കുന്നതെന്നും വളരെ മനസ്സിലാവുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ക്രേവ് ചെയ്തിരുന്ന കാര്യങ്ങളാണ് ഞാനിപ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി ആസ് എ ചൈൽഡ് ഗ്രോയിങ് അപ്പ്, ഇഫ് ഐ ഹാഡ് സച്ച് എ സ്പേസ്, ലോട്ട് ഓഫ് തിങ്സ് വുഡ് ഹാവ് ബീൻ ഡിഫറെൻറ്റ്. എനിക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ട്, എനിക്ക് അങ്ങനെ ഒരു സേഫ് പേഴ്സൺ ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിലെ കുറേ കാര്യങ്ങൾ വളരെ ഈസിയായി മുന്നോട്ട് പോയിരുന്നേനെ. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സ്പേസാണ് എനിക്ക് ആ കോഴ്സ് ചെയ്തപ്പോൾ കിട്ടിയത്. ഞാൻ എന്ത് പറഞ്ഞാലും എന്നെ ജഡ്ജ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ള ഒരു ബഞ്ച് ഓഫ് ആൾക്കാരായിരുന്നു. അറ്റ് ദ സെയിം ടൈം ഞാനും ജഡ്ജ് ചെയ്യില്ല. അവരെന്ത് പറഞ്ഞാലും ഞാനും ജഡ്ജ് ചെയ്യില്ല, ഞാൻ എന്നെയും ജഡ്ജ് ചെയ്യില്ല.
എന്നുള്ളൊരു സ്പേസ് ആയിരുന്നു അത്. അപ്പോൾ ഐ തിങ്ക് അങ്ങനെ ഒരു സ്പേസ് നമ്മൾക്ക് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യാൻ കൊടുത്താൽ പറ്റിയാൽ അത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യം. അതാ എനിക്ക് തോന്നുന്നു ബൈ ദി എൻഡ് ഓഫ് ദ ഡേ എവ്രി വൺ വാണ്ട്സ് ടു ജസ്റ്റ് ബി ഫീൽ സീൻ ഫീൽ ഹേർഡ് ഫീൽ അണ്ടർസ്റ്റുഡ്. അതെ. അത് മാത്രമാണ് ആൾക്കാർ എനിക്ക് തോന്നുന്നു പലപ്പോഴും അതിന് അങ്ങനെ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആത്മഹത്യകളൊക്കെ കൂടുന്നത്, അല്ലെങ്കിൽ കൂടുതൽ ആൾക്കാർ ഡിപ്രസ്ഡ് ആയി പോകുന്നതും ഒക്കെ ഈ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും. നമുക്കിപ്പോ ബുദ്ധിമുട്ട് ഉണ്ടാവില്ല എന്നുള്ളതല്ല, ബുദ്ധിമുട്ടുകളും സാഹചര്യങ്ങളും എല്ലാം ഉണ്ടാവും, എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. പക്ഷെ ഇങ്ങനൊരു ബഞ്ച് ഓഫ് ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീലിംഗ്, ഐ എം നോട്ട് അലോൺ എന്നുണ്ടെങ്കിൽ നമുക്കിത് ഫേസ് ചെയ്യാനും ഇതിൽ കൂടെ കടന്നു പോകാനും ഉള്ളൊരു സ്ട്രെങ്ത് അതിൽ നിന്ന് കിട്ടും. ബിക്കോസ് ഐ നോ ഞാൻ അറ്റ് എനി പോയിന്റ് ഞാൻ ബ്രേക്ക് ഡൗൺ ആവുകയാണെങ്കിൽ ഐ ക്യാൻ ടെൽ ദം ആൻഡ് ദേ വിൽ ഹോൾഡ് മീ എന്നുള്ളത് എനിക്കറിയാം. ആ ഒരു സ്പേസ് ആണ് ആക്ച്വലി ഡാൻസ് തെറപ്പി എന്നുള്ളതൊരു ടൂളാണ്. പക്ഷെ അതിലും ജഡ്ജ്മെന്റ് ഇല്ലാതെ നമുക്ക് എങ്ങനെ ഈ സ്പേസ് ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. ഇത് വിപുലീകരിക്കാൻ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ പ്ലാൻ ഉണ്ടോ? എന്താണ് ഭാവി പരിപാടികൾ? ഇപ്പൊ അങ്ങനെ ഈ ഡാൻസ് തെറാപ്പിയുമായി ബന്ധപ്പെട്ട ഭാവി പരിപാടികൾ ആക്ച്വലി കുറച്ച് പ്രോഗ്രാംസ് നമ്മളിങ്ങനെ പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. വർക്ക്ഷോപ്സും റെഗുലർ ബാച്ചസും ഒക്കെ കൊണ്ടുവരുന്നുണ്ട്. അതല്ലാതെ ഇതിനെ ഭയങ്കര ഡ്രാസ്റ്റിക്കായി വലിയൊരു രീതിയിൽ പ്രസന്റ് ചെയ്യുക അങ്ങനെ എനിക്കറിയില്ല. രീതിയിലോട്ട് എനിക്ക് കാണാനായിട്ട് ഇതിന് പറ്റുന്നില്ല. ഇപ്പൊ തൽക്കാലം ആ ഒരു സ്പേസ് പ്രൊവൈഡ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്കാർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പുതിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഡാൻസ് ഫോർ വെൽനെസ് എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പൊ എനിക്ക് ബുദ്ധിമുട്ട് വേണ്ട, ബുദ്ധിമുട്ടിയില്ലെങ്കിലും നമുക്ക് ഈ സാധനത്തിലോട്ട് വരാം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മൾ യോഗ ക്ലാസ്സിന് പോകുന്നു, അല്ലെങ്കിൽ തായ്ചി മെഡിറ്റേഷനൊക്കെ പോകുന്നു, അത് ഞാൻ എൻ്റെ വെൽനെസ്സിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് എൻ്റെ പ്രോബ്ലം ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, എൻ്റെ ബുദ്ധിമുട്ടുകൾ ഷെയർ ചെയ്യേണ്ട കാര്യമില്ല, എന്നാൽ എനിക്കതിൻ്റെ ബെനിഫിറ്റ്സ് ഉണ്ടാവും. അതുപോലെ ഡാൻസ് നമുക്ക് എങ്ങനെ ഒരു വെൽനെസ് സ്പേസിൽ കാണാം എന്നുള്ളത്. അപ്പോൾ അതിനകത്തൊരു എനർജറ്റിക് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ടാവും. ഓരോ ദിവസവും ഓരോ തീമുകൾ ഉണ്ടാവും, നമ്മൾ എന്താ എക്സ്പ്ലോർ ചെയ്യുന്നതെന്നുള്ളത്. ഒരു 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 ബഞ്ച് ഓഫ് ടൈം റിലാക്സേഷന് വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊരു ഡാൻസ് ക്ലാസ് അല്ല, ഞാനതിൽ ഇന്നത് പഠിപ്പിക്കുന്നു എന്നുള്ള രീതിയിലല്ല, ഞാൻ നിങ്ങളെ ഒരു പ്രോസസ്സിൽ കൂടെ കടത്തി വിടുന്നു. അതിനകത്ത് എൻ്റെ ഇന്നത്തെ ഇമോഷൻ എന്താണോ അത് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇൻറ്റൻഷൻ. അതായത് ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ അമ്മയുമായിട്ട് അടിയിട്ടിട്ട് ഞാൻ ഡാൻസ് ക്ലാസ്സിൽ പോവാണ്, ഞാൻ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്, പക്ഷെ ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് ഞാൻ ചിരിച്ച് കളിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ഇമോഷനെ അഡ്രസ്സ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അതിനകത്ത് വരുന്നില്ല. കാരണം അതൊരു ഡാൻസ് ക്ലാസ് ആണ്. അവിടെ ഉദ്ദേശിക്കുന്നത്, അവിടുത്തെ ഇൻറ്റൻഷൻ നമ്മളിത് ഒരു കല പഠിക്കുക എന്നുള്ളതാണ്, വേറൊന്നുമല്ല. പക്ഷേ ഡാൻസ് ക്യാൻ ബി മച്ച് മോർ ദാൻ ദാറ്റ്. അപ്പോൾ അതിൽ ഞാൻ ഇന്ന് എനിക്ക് ഇത്രയും ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ അത്രയും ചെയ്താൽ മതി. ഇന്ന് എൻ്റെ കാലുളുക്കിയിരിക്കുകയാണ്, പക്ഷെ എനിക്ക് വരണം, ഇരുന്ന് ചെയ്താൽ മതി. അതിൽ ഞാൻ എക്സ്പെക്റ്റേഷൻസ് വെക്കുന്നില്ല, നിങ്ങൾ ഇങ്ങനെ തന്നെ ഇത് ചെയ്യണം എന്നുള്ള എക്സ്പെക്റ്റേഷൻസ് ഇല്ല. എന്നെക്കൊണ്ട് ഇന്ന് എന്താണോ പറ്റുന്നത് അതെനിക്ക് ചെയ്യാം, അത്രയും മതി. അപ്പോൾ അങ്ങനെ ഒരു സ്പേസ് ഡാൻസുമായിട്ട് കൊടുത്താൽ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർക്ക് അത് ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം ഈ ഒരു പ്രോഗ്രാം ഡിസൈൻ ചെയ്യാൻ തന്നെ കാരണം ഒത്തിരി പേര് വിളിച്ചിട്ട് ചോദിക്കുന്നു, എനിക്ക് തെറപ്പി വേണ്ട, എന്നാൽ എനിക്ക് ഡാൻസ് പഠിക്കണം, പക്ഷെ ഞാൻ ഡാൻസ് ടീച്ചറിൻ്റെ അടുത്ത് പോവില്ല, കാരണം ഡാൻസ് ടീച്ചർ ഭയങ്കര സ്ട്രിക്റ്റാണ്, എനിക്ക് സ്ട്രിക്റ്റ് ആയിട്ടുള്ളതിൽ പഠിക്കണ്ട, അല്ലെങ്കിൽ എനിക്ക് അരമണ്ഡലം ഇരിക്കാൻ ബുദ്ധിമുട്ടാണ്, ടീച്ചർ എന്നെ അരമണ്ഡലം ഇരുത്തിയിട്ടേ വിടുള്ളൂ, എനിക്ക് പറ്റില്ല, പക്ഷെ എനിക്ക് ഡാൻസ് പഠിക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു ലീനിയൻസി കൊണ്ടുവരണം. അവരുടെ ബുദ്ധിമുട്ടുകൾ അക്നോളജ് ചെയ്ത് അതിനും സ്പേസ് വേണമല്ലോ. ഇപ്പോൾ കാലിന് മുട്ട് ഓക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം ഡാൻസ് പഠിച്ചാൽ മതി എന്നുള്ളതല്ലല്ലോ, ബാക്കിയുള്ളവർക്കും വേണമല്ലോ. അപ്പോൾ എഗെയിൻ ഒരിക്കലും ഇത് ഞാൻ ആരെയും ഡിസ്റെസ്പെക്റ്റ് ചെയ്ത് പറയുന്നതല്ല, കാരണം ഇൻറ്റൻഷൻസ് വേറെയാണ്. ഡാൻസ് ക്ലാസ് എന്നുള്ള സ്പേസിൽ അതെങ്ങനെയാണോ ആർട്ട് ഫോം അങ്ങനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് ടീച്ചറിൻ്റെ ഇൻറ്റൻഷൻ. അതാണ് വേണ്ടത്, ആ ഡിസിപ്ലിൻ അതാണ് വേണ്ടത്.
പക്ഷെ ഡാൻസ് തെറപ്പിയുടെ സ്പേസിൽ വരുമ്പോൾ ബിക്കോസ് ഇറ്റ് ഈസ് എ തെറപ്യൂട്ടിക് സ്പേസ് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസും വാല്യൂസും ഉണ്ട്. നോൺ ജഡ്ജ്മെൻ്റൽ ആണ്, ഇൻഡിവിജ്വാലിറ്റി റെസ്പെക്റ്റ് ചെയ്യണം, ഇന്ന് എൻ്റെ ഫീലിംഗ് എന്താണോ അത് അക്നോളജ് ചെയ്യണം. അങ്ങനെ കുറേ സംഭവങ്ങൾ തെറപ്പി എന്നുള്ള സ്പേസിൽ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഇത് രണ്ടും കൂടെ ബ്രിഡ്ജ് ചെയ്തിട്ടുള്ളൊരു സാധനമാണ് ഡാൻസ് ഫോർ വെൽനെസ് എന്ന് പറയുന്നത്. അപ്പോൾ ഡാൻസ് ഫോർ വെൽനെസ്സും ഡാൻസ് തെറാപ്പിയും കൃഷ്ണേന്ദുവിൻ്റെ നവം, ഇതിനെല്ലാം പിന്നിലുള്ള നല്ല ഇൻറ്റൻഷനും കൃഷ്ണേന്ദുവിൻ്റെ ആത്മാർത്ഥതയും ഒക്കെ മനസ്സിലാക്കുന്നു. ഇതിൻ്റെ ഈ ഇൻ്റർവ്യൂവിനോടൊപ്പം തന്നെ കൃഷ്ണേന്ദുവിനെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൂടെ കൊടുത്തേക്കാം. കൃഷ്ണേന്ദുവിൻ്റെ ആത്മാർത്ഥത അത്രത്തോളം അപ്രീഷിയേറ്റ് ചെയ്യുന്നതുകൊണ്ട്. താങ്ക് യു. താങ്ക് യു.